അൻസിബ ഉന്നയിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇത്തരത്തില് ഇവരെ പോലീസ് സ്റ്റേഷനിൽ ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവര് തൊഴിലിടത്തിൽ ഒരു സ്ത്രീ ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാല്, അതായത് അമ്മയുടെ കമ്മിറ്റിക്കകത്ത് അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റിന് അവർ പരാതിയായിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്, എന്നെ ഇത്തരത്തില് ഹരാസ് ചെയ്തു എന്ന്. അപ്പോ ആ വിഷയം അത് അമ്മയ്ക്ക് അകത്ത് കൂടി നിൽക്കുന്ന ഒരു വിഷയമല്ല. അപ്പോ ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവർക്കതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ പ്രസിഡന്റിന് ഇതിൽ എന്ത് റോളാണ് ഉള്ളത് സർ? അല്ല, അമ്മയുടെ ബൈലോ എന്ന് ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. അമ്മ ഓക്കെ. എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ. അപ്പം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒന്നും അല്ല. അപ്പൊ അവരുടെ ബൈലോയിൽ എന്താണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ തീർച്ചയായിട്ടും ഒരു തൊഴിൽ സംഘടനയാണെന്നുണ്ടെങ്കിൽ അതിലെ ഒരു അംഗത്തിന് പോലീസ് ഹരാസ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് അതിൽ ഇടപെടാം. അവർക്ക് മേലധികാരികളോട് റെപ്രസെന്റേഷൻ കൊടുത്ത് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാം. അതൊക്കെ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ചെയ്യാനായിട്ടുള്ള അധികാരങ്ങളുണ്ട്. അവർക്ക് ഇടപെടാൻ സ്കോപ്പ് ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അല്ല, അവര് തന്നെ അൻസിബയോട് പറഞ്ഞതായിട്ട് അൻസിബ വെളിപ്പെടുത്തുന്നുണ്ട്, ഇതിൽ ഇടപെടാൻ സാധിക്കില്ല, ഇത് ഇവിടെ പറയേണ്ട കാര്യമല്ല, എനിക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞു എന്ന് അൻസിബ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അല്ല, അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിയമപരമായിട്ട് അവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ ആ ഭാരവാഹികളെ നീക്കം ചെയ്യാനായിട്ട് ഒരു അംഗങ്ങളെ വെച്ചിട്ട് ഒരു എന്താ പറയുന്നത് ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ മാത്രമേ അതിനകത്ത് പറ്റൂ. അതിനകത്ത് പുറത്ത് നിൽക്കുന്ന നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഇടപെടാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് റെപ്രസെന്റേഷൻസ് ഒക്കെ കൊടുക്കാനുണ്ട്. അത് ഇപ്പോഴത്തെ ഭാരവാഹികൾ എന്താണ് തീരുമാനിച്ചതെന്നുള്ളത് ആ ഭാരവാഹികളുടെ കാഴ്ചപ്പാടനുസരിച്ച് അതിനകത്ത് ചെയ്യേണ്ടതാണെന്ന് നമുക്ക് പുറത്തു നിന്ന് പറയാവുന്നല്ലാതെ നമുക്ക് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കാനും കൊടുക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് അവരുടെ സംഘടനാപരമായ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ അവർ ലക്ഷ്മിപ്രിയെ ഫേവർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ ഈ സ്റ്റാൻഡ് എടുക്കുന്നത്. കാരണം സിനിമ ഫീൽഡിലുള്ളവരായതുകൊണ്ട് അവർക്ക് നിയമമൊന്നും അറിയണമെന്നില്ല. സിനിമ ഫീൽഡിൽ ചില ആളുകളൊക്കെ നിയമവിദഗ്ധരൊക്കെ ഉണ്ട് അതിനകത്ത്, അവർക്കറിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഭാരവാഹികളായിരിക്കുന്നവർക്ക് അറിയില്ലായിരിക്കാം. തീർച്ചയായിട്ടും സർ. അതായത് ഇപ്പോ അൻസിബ അവിടെ നിന്ന് രാജിവെച്ച് പോന്നെങ്കിലും ഇത്തരത്തിലൊരു പരാതി ഇനി അൻസിബ കൊടുത്താലും, തൊഴിലിടത്തില് നീതി നിഷേധം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുത്താലും അത് ലീഗലി നിലനിൽക്കും എന്നാണോ സാർ പറയുന്നത്? അത് നിലനിൽക്കില്ല. കാരണം തൊഴിലിടത്തല്ല അവർക്ക് നീതി നിഷേധം ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. ഇവിടെ പോലീസ് സ്റ്റേഷനിലാണ്. തൊഴിലിടം എന്ന് പറയുന്നത് ഒരു സിനിമ ഷൂട്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുമല്ലേ. ഓക്കെ സാർ, അവരുടെ സംഘടനയില് ഇവര് പരാതി കൊടുത്തിട്ടും ആ പരാതി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അൻസിബ ഉന്നയിക്കുന്ന ആരോപണം. അല്ല, അത് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പരിമിതികളുണ്ട്. അതിന്റെ ബൈലോ വായിച്ചു നോക്കണം. അതിന്റെ അമ്മയുടെ ബൈലോ വായിക്കാതെ നമുക്ക് പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് അവരെ കുറ്റപ്പെടുത്താനോ ശരിവെക്കാനോ സാധിക്കുകയില്ല. അതിന്റെ ബൈലോയിൽ എന്താണ് പറയുന്നത്? പിന്നെ ഇത് മാത്രം നമുക്ക് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു അംഗത്തിന് പറ്റിയ ഒരു പ്രശ്നമെന്ന നിലയിൽ പോലീസ് അതോറിറ്റീസ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ഈ വിഷയം ടേക്കപ്പ് ചെയ്യാം. അത് പക്ഷെ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു ഡിസ്ക്രിഷൻ അതിന്റെ ഭാരവാഹികൾക്ക് കാണും. ഏതൊരു സംഘടനയിലാണെങ്കിലും അതിന്റെ ഭാരവാഹികൾക്ക് അത്തരം പ്രവൃത്തികൾ അവര് ചെയ്യണോ, നടപടികളിലേക്ക് കടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു ഡിസ്ക്രിഷണറി പവേഴ്സ് കാണും. അതിനോട് യോജിക്കുന്നവർക്കാണ്, വിയോജിക്കുന്നവർക്കാണ്. അതിനോട് വിയോജിക്കുന്നവർക്ക് ചെയ്യാവുന്ന രണ്ട് ഓപ്ഷനാണ് ആ സംഘടനയിൽ തന്നെ തുടർന്ന് ആ സംഘടനയിലെ അംഗങ്ങളെ കൊണ്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തി ഈ ഭാരവാഹികളെ നീക്കം ചെയ്യാം അടുത്ത ജനറൽ ബോഡി ഇലക്ഷൻ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ. എല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രമേയം കൊണ്ട്, എല്ലാന്നുണ്ടെങ്കിൽ ആ സംഘടനയിൽ നിന്ന് അംഗത്വം രാജിവെക്കാം. ഈ രണ്ട് ഓപ്ഷൻസേ അതിലുള്ളൂ. പക്ഷെ അവരെന്തോ ഒരു പാതകം ചെയ്തു എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അമ്മ ഇതിൽ ഇടപെടാത്തത് അമ്മ എന്തോ വലിയ ഒരു പ്രശ്നം ചെയ്തു എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ധാർമ്മികമായിട്ട്
ഒരു അംഗത്തിന് വന്നിട്ടുള്ള അവന്റെ മെമ്പർക്ക് വന്നിട്ടുള്ള ഒരു ഹരാസ്മെന്റ്, പോലീസ് ഹരാസ്മെന്റ് അവരിടപെടാത്തത് ഒരു ഔട്ട്സൈഡർ എന്ന രീതിയിൽ നമുക്ക് നിന്നിട്ട് അമ്മ അതിൽ ഇടപെടേണ്ടതായിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. കാരണം അമ്മയുടെ ബൈലോസ് നമ്മുടെ കയ്യിലില്ല. ഓക്കെ. ഇത് ഇവരുടെ സംഘടന എന്നുള്ള രീതിയിൽ എല്ലാ രജിസ്ട്രേഷനും കൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണല്ലോ അത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം എനിക്ക് സംശയമായിട്ട് വന്നത്. അല്ല, ഒരു സംഘടനയ്ക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് പോലും നിയമമില്ല. ഓക്കെ. പക്ഷെ അമ്മയുടെ വിഷയങ്ങൾ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു അസോസിയേഷൻ ലീഗലി ഇറ്റ് ക്യാൻ ബി രജിസ്റ്റേർഡ് ഓർ അൺരജിസ്റ്റേർഡ്. ഒരു അൺരജിസ്റ്റേർഡ് അസോസിയേഷന് മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാൻ ഒക്കൂലെന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് ക്യാൻ സ്റ്റിൽ ബി സ്യൂഡ് അഗെയിൻസ്റ്റ്. ഒരു രജിസ്റ്റേർഡ് സംഘടനയ്ക്ക് മാത്രമേ മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാൻ ഒക്കുള്ളൂ. അത്രയും മാത്രമേ അതിനകത്തുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഉള്ളൂ. പിന്നെ രജിസ്റ്റേർഡ് അസോസിയേഷൻ ആയതുകൊണ്ട് അവർ ഇന്നത് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. രജിസ്റ്റേർഡ് അസോസിയേഷൻ ആയതുകൊണ്ട് അവരുടെ ബൈലോ അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കണം. ആ ബൈലോയ്ക്കകത്ത് ഇങ്ങനെ ഒരു പരാതി ഒരു അംഗം തന്നാൽ അപ്പോൾ ചീഫ് സെക്രട്ടറിക്കും ഹോം സെക്രട്ടറിക്കും ഒക്കെ റെപ്രസെന്റേഷൻ കൊടുക്കണമെന്നും അല്ലെങ്കിൽ അത് ടേക്കപ്പ് ചെയ്യണമെന്നും ഒക്കെ പ്രൊവിഷൻസ് ഉണ്ടോ എന്നും നമുക്ക് ആ ബൈലോ വായിക്കാതെ അറിയാൻ ഒക്കില്ല. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിക്കാത്ത ഒരു ഔട്ട്സൈഡർക്ക് അത് അറിയാൻ സാധിക്കുകയില്ല. ഇനി അഥവാ അവരുടെ ബൈലോയിൽ അങ്ങനെ ഉണ്ട്, ആ ഭാരവാഹികൾ അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനകത്ത് ചെയ്യാവുന്നത് ഒരു അംഗത്തിന് പ്രൊട്ടസ്റ്റ് ചെയ്ത് രാജിവെക്കാം. അതാണ് ഇപ്പൊ ഇവര് ചെയ്തിരിക്കുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് തുടർന്നുകൊണ്ട് തന്നെ ഒരു മെജോറിറ്റി ഒപ്പീനിയൻ ഈ എക്സിസ്റ്റിംഗ് ഭാരവാഹികൾക്കെതിരെ രൂപപ്പെടുത്തി എടുത്തിട്ട് അവരെ നീക്കം ചെയ്യാം. ആ ബൈലോ പ്രകാരമുള്ള നടപടികളിൽ അതേ അതിനകത്ത് ചെയ്യാൻ ഒക്കുള്ളൂ. അല്ലാതെ പുറത്തുള്ള ആളുകൾ എത്ര സംസാരിച്ചിട്ടും നമുക്ക് ധാർമ്മികമായിട്ട് അമ്മ അതിൽ ഇടപെടാത്തത് ശരിയല്ല എന്ന് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് നിയമപരമായിട്ട് അതിനകത്ത് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, തീർച്ചയായും മനസ്സിലാവുന്നു സാർ. എന്തായാലും ഇവിടെ അൻസിബ ഹസൻ നേരിട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 മണിക്കൂറോളം ഹരാസ്മെന്റ് നേരിട്ടു എന്നൊരു യുവതി പറഞ്ഞിട്ടും ഇത്രയും ദിവസമായിട്ടും അതിൽ ഒരു കൃത്യമായ നിയമ നടപടിയിലേക്ക് പോവാത്തതും ഈ പെർട്ടിക്കുലർ ആളുടെ പേരെടുത്ത് വരെ അവർ പറയുന്നുണ്ട്, SI രേഷ്മ എന്നുള്ളത്. അവർക്കെതിരെ യാതൊരു നടപടിയും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അറിയാൻ പറ്റുന്നത് രേഷ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവർ ഹോസ്പിറ്റലിൽ എന്തോ ഒരു കാരണത്തിൽ അവര് അഡ്മിറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാന് എന്റെ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ഈ ഒരു വിഷയം അൻസിബ എന്ന് പറയുന്ന കുട്ടി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഈ ഒരു വിഷയം ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടി. നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും നിർബന്ധിച്ച് പെറ്റിഷൻ രജിസ്റ്ററിൽ ഒപ്പുവെക്കട എന്ന് നമുക്കിപ്പോ ചർച്ച ചെയ്യുമ്പോൾ പറയാൻ പറ്റാത്ത ഭാഷ്യത്തിൽ ഒരു SHO SIO അല്ലെങ്കിൽ വെറും ഒരു സിവിൽ പോലീസ് ഓഫീസറോ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നിത്യ സംഭവമാണ്. ആവശ്യമില്ലാതെ സിവിൽ തർക്കങ്ങളിൽ പോലീസിന് അധികാരമില്ലാഞ്ഞിട്ട് കൂടി ഒരു പരാതി വന്നാൽ, ഒരു വസ്തുതർക്കം വന്നാൽ, അല്ലെങ്കിൽ ഒരു വരിതർക്കം വന്നാൽ, ഒരു പരാതി വന്നാൽ പോലീസ് ഇടപെടുകയും അവർക്ക് താല്പര്യമുള്ള കക്ഷി പരാതിക്കാരനാണോ എതിർകക്ഷിയാണോ ആരാണ് അവർക്ക് വേണ്ടി മറ്റേയാളെ അവര് പീഡിപ്പിച്ച് നിർബന്ധിച്ച് അവരൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി വെക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അത് എല്ലാ ദിവസവും സംഭവിക്കുന്നു. അപ്പോൾ ഈ പാവപ്പെട്ട സബ് ഇൻസ്പെക്ടർ രേഷ്മ അവരുടെ ധാരണ എനിക്ക് ജനങ്ങളെ എടി പൊടി ബാക്കി ചീത്ത ഭാഷ്യം ഉപയോഗിക്കാം, എനിക്ക് ജനങ്ങളെ കേസിൽ പെടുത്തി അകത്താക്കി ഇടാമെന്ന് പറയാം, എനിക്ക് ജനങ്ങളോട് ഇവിടെ ഒപ്പുവെക്കടി എന്ന് പറഞ്ഞ് ഒപ്പുവെപ്പിക്കാം എന്ന് അവരാ പോലീസിന്റെ സബ് കൾച്ചറിൽ അവര് പ്രവർത്തിക്കുമ്പോൾ അവരങ്ങനെ ധരിച്ചു പോകുന്നതാണ്. ഞങ്ങൾക്കിതെല്ലാം ചെയ്യാൻ അധികാരമുണ്ട് എന്ന് പോലീസുകാര് സ്വമേധയാ
അവര് ധരിക്കുന്നത് നാട്ടുകാർക്കും പലരുടെയും തെറ്റിദ്ധാരണ പോലീസിന് സിവിൽ തർക്കങ്ങളിൽ ഇടപെടാം, പോലീസ് എടാ പോടാന്നൊക്കെ വിളിക്കാം എന്ന് നാട്ടുകാരും ധരിച്ചു വെക്കുന്നുണ്ട്. പോലീസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പോലീസ് മേധാവിയുടെ മുകളിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഹോം സെക്രട്ടറിയും ചീഫ് സെക്രട്ടറി. അതിന് കീഴിലേ ഉള്ളൂ ഈ ഗവൺമെന്റ് സെക്രട്ടറിമാരെ, IAS ഉദ്യോഗസ്ഥരുടെ കീഴിലേ ഉള്ളൂ ഈ പോലീസ് മേധാവി. പക്ഷേ ഒരു ഗവൺമെന്റ് സെക്രട്ടറിക്കോ ചീഫ് സെക്രട്ടറിക്കോ സെക്രട്ടേറിയറ്റിലുള്ള ഒരു പ്യൂണിനെ എടാന്ന് വിളിക്കാൻ പറ്റില്ല. വിവരം അറിയും വിളിക്കാം. അങ്ങനെ ഇരിക്കെ വരുന്ന അവരെ കാണാൻ നിവേദനമായിട്ട് വരുന്ന വ്യക്തികളെ എടാന്ന് വിളിക്കാൻ ഒക്കില്ല. വിവരം അറിയും അങ്ങനെ വിളിച്ച. അങ്ങനെ ഇരിക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെറും ഒരു ലോ റാങ്കിങ് ആയിട്ടുള്ള ഒരു SHOയ്ക്കോ എല്ലാന്നുണ്ടെങ്കിൽ ഒരു SIക്കോ എല്ലാന്നുണ്ടെങ്കിൽ ഒരു സിവിൽ പോലീസ് ഓഫീസർക്കോ ഈ നാട്ടിലെ പൊതുജനത്തിന് എടാ പോടാതെ ബാക്കി ഭാഷയോ ഉപയോഗിക്കാൻ എവിടെ നിന്നാണ് നിയമം അനുവദിക്കുന്നത്? ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ്? മറിച്ച് നിയമം പറയുന്നത് ഇവര് പാടില്ല എന്ന് കേരള പോലീസ് ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും അബ്യൂസീവ് ഒക്കേറ്റീവ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിറ്റിസന്റെ ലിബർട്ടിയാണ് ഏറ്റവും പാരമൗണ്ട് ഇമ്പോർട്ടൻസും സേക്രഡുമായിട്ടുള്ള കാര്യമെന്ന് സുപ്രീം കോടതി നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അൻഷിബയുടെ ലിബർട്ടിയെ കേർട്ടീൽ ചെയ്തിരിക്കുകയാണ്. അവിടെ റോങ്ഫുൾ റെസ്ട്രെയിന്റും റോങ്ഫുൾ കൺഫൈൻമെന്റും ആണ്. ആ പോലീസ് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ 3 മണിക്കൂറാണോ 1 മണിക്കൂർ 20 മിനിറ്റ് ആണോ എന്നൊക്കെ ലക്ഷ്മിപ്രിയയോട് ആരോ തെറ്റിദ്ധാരണ ഒക്കെ പറഞ്ഞ് എന്തോന്നോ വലിയൊരു അച്ചീവ്മെന്റ് പോലെ അവരൊരു ഓഡിയോ ക്ലിപ്പ് കൊടുത്തു എന്നൊക്കെ പറയുന്നു. അത് അവര് സ്വന്തം പോസ്റ്റിലേക്കാണ് ഗോൾ അടിച്ചത്. കോടതിയിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ മാറും. ലക്ഷ്മിപ്രിയക്ക് പറയേണ്ടി വരും 1 മണിക്കൂർ, എന്റെ അറിവിൽ 1 മണിക്കൂർ 20 മിനിറ്റ് അൻഷിബ അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അൻഷിബ അവിടെ റോങ്ഫുൾ കൺഫൈൻമെന്റിലും റോങ്ഫുൾ റെസ്ട്രെയിനിലുമാണ്. ലക്ഷ്മിപ്രിയയും കൂടെ ചിലപ്പോൾ ക്രിമിനൽ കോൺസ്പിറസി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കേസിൽ ഉൾപ്പെട്ടു പോകും. 61 BNS കൂടെ വന്നാൽ ലക്ഷ്മിപ്രിയയും കൂടെ പ്രതിയാകും ഈ SI രേഷ്മയുടെ ഒപ്പം. പിന്നെ അന്വേഷണം എന്ന് പറയുന്നത് അത് ഞാൻ ഇപ്പോഴും അതിനെ ഒരു പ്രഹസനമായിട്ടേ കാണുന്നുള്ളൂ. ഇപ്പൊ അൻഷിബയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു, ലക്ഷ്മിപ്രിയയെ വിളിച്ചു വരുത്തി, ലക്ഷ്മിപ്രിയയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വ്യക്തമായ തെളിവൊന്നും ഇല്ല എന്നും ഈ ലക്ഷ്മിപ്രിയയെ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇത് എഴുതി ക്ലോസ് ചെയ്യേ ഉള്ളൂ ഫയൽ. അതാ SIയുടെയും കൂടെ സ്റ്റേറ്റ്മെന്റ് എഴുതി. അതാണ് പോലീസ് എല്ലാ കേസിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സാർ. ഇപ്പൊ സാർ പറഞ്ഞതുപോലെ അൻഷിബ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇത് പുറത്തു വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം ഇത് പുറത്തു വന്നു. ആ കുട്ടി തുറന്നു പറയാൻ തയ്യാറായി. ഞാൻ ആ കുട്ടിക്ക് ഇത് വളരെ കുറച്ചു പേര് ഇങ്ങനെ വന്ന് കാര്യങ്ങൾ തുറന്ന് പുറത്ത് പറയൂ. തീർച്ചയായിട്ടും പലർക്കും ഇതിന്റെ നിയമവശങ്ങൾ അറിയാത്തത് കൊണ്ടും പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് പേര് ഇത് സഹിക്കുന്നുണ്ടാവുമല്ലോ സാർ. ഇപ്പൊ അൻഷിബ ഇത് പറഞ്ഞപ്പോ മാത്രം തങ്ങളും അനുഭവിച്ചത് ഇതേ അവസ്ഥയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഒരുപാട് ജനങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ. നിയമവശം അറിയാത്തത് കൊണ്ടല്ല, എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും പേടിയാണ്. ഞാൻ തുറന്നു പറഞ്ഞാൽ എന്നെ മർദ്ദിക്കുമോ, എന്നെ വേറെ കേസുകളിൽ കൊടുക്കുമോ? കാരണം ബലാത്സംഗ കേസിൽ കുടുക്കി പുറം ലോകം കാണിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ ആളുകൾക്ക് പേടിയാണ് പോലീസിനെതിരെ പറയാനായിട്ട്. ഇപ്പൊ ഈ അൻഷിബയുടെ കേസ് കഴിഞ്ഞതിന് ശേഷം പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, സാർ എനിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞു. പലരും. അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഈ അനുഭവം ഉണ്ട്. വേറെ ഒന്നും വേണ്ട, ഓരോ പോലീസ് സ്റ്റേഷനിലെ പെറ്റീഷൻ രജിസ്റ്റർ എടുത്ത് കഴിഞ്ഞ 1 മാസത്തെ അവിടുത്തെ പെറ്റീഷൻ രജിസ്റ്ററിൽ ഒപ്പുവെപ്പിച്ചിരുന്ന ആളുകളെ വിളിച്ച് ഒരു എൻക്വയറി നടത്തിയാൽ നമുക്ക് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവും. ഇത് പോലീസിന് ഒരു വരുമാന മാർഗമാണ്. ഈ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് പോലീസിന് കൈക്കൂലി വാങ്ങുന്ന ഒരു വരുമാന മാർഗമാണെന്ന് ഞാൻ അടിവരയിട്ട് പറയും. തീർച്ചയായും സർ. അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനത്തിൽ മറ്റുള്ളവരെ പീഡിപ്പിക്കും. രണ്ടും സംഭവിക്കുന്നുണ്ട്. എനിക്ക് അതും അറിയാം. രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ട്, ഞാനൊരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ്, എനിക്കറിയാം. ഞാൻ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനവും എല്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ നേതാക്കന്മാരും ഇതിനെ സ്റ്റേഷൻ ഭരണം നടത്താറുണ്ട്. അതെ, തീർച്ചയായിട്ടും സർ. ഏതായാലും അൻഷിബയുടെ വിഷയത്തിൽ കൂടുതൽ ഇപ്പൊ ടിനി ടോമിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ആ കുട്ടി അനുഭവിച്ച ട്രോമകൾക്കുള്ളതും അല്ലെങ്കിൽ അവർ അനുഭവിച്ച ഹരാസ്മെന്റിനുള്ളതും നിയമപരമായിട്ട് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് സാർ പറയുന്നത് കൊണ്ട് മനസ്സിലാവുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇനിയും പുറത്ത് വരാൻ കിടക്കുന്നുണ്ട് സാർ പറഞ്ഞതുപോലെ തന്നെ. പുറത്ത് വന്ന പോലീസ് ബുദ്ധിമുട്ടിലാണ്. ഉറപ്പായിട്ടും. ഇതെല്ലാം കൂടെ ഈ ഇത്തരം പരാതിക്കാരുടെ പരാതികളെല്ലാം കൂടെ എടുത്ത് കഴിഞ്ഞ 6 മാസത്തെ കേരള പോലീസിന്റെ എല്ലാ CCTV ദൃശ്യങ്ങളും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷന് പരിശോധിക്കണം, സുപ്രീം കോടതിയുടെ ഈ വിധിന്യായം അനുസരിച്ചെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കോടതിയിൽ പോയാൽ പോലീസ് വെട്ടിലാകും. കാരണം പല സ്ഥലത്തും ഈ 6 മാസം കാണില്ല. ഇത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHO ആണ് എൻഷുർ ചെയ്യേണ്ടത് ഇത് വർക്കിംഗ് കണ്ടീഷനിലാണെന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്ലീ എടുക്കാനൊക്കില്ല. പല ഹൈക്കോടതികളും വർക്ക് ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ ക്യാമറ ഇല്ല എന്നോ പോലീസ് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അഡ്വേഴ്സ് ഇൻഫറൻസ് വിൽ ഹാവ് ടു ബി ഡ്രോൺ അഗെയിൻസ്റ്റ് ദി പോലീസ് ഓഫീസേഴ്സ്. When an allegation has been made and the police say there are no CCTV visuals, then adverse inference will be drawn എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. ഓക്കെ സാർ. ഞങ്ങളുടെ കയ്യിൽ CCTV ക്യാമറ ഇല്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ മറ്റേവർ പറയുന്നത് ശരി എന്ന് കോടതിക്ക് നിഗമനിക്കേണ്ടി വരും. ഉറപ്പായിട്ടും. താങ്ക് യു സാർ. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.